നമ്മളെ കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം. നല്ലോണം മുതിർന്ന തലമുറയിലെ രക്ഷിതാക്കളെ നിങ്ങളൊന്നും മടുത്ത് പിന്മാറാൻ പാടില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ കുട്ടികളെ ഒഴിവാക്കല്ലേ. കുട്ടികളൊക്കെ നല്ല മക്കളാണ്. പക്ഷെ എടാ പോടാന്ന് വിളിക്കാൻ നിൽക്കണ്ട, മോനേന്ന് വിളിക്കുക, മോളേന്ന് വിളിക്കുക. എന്നിട്ട് നല്ലോണം ഒപ്പം നിർത്തുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹിന്റെ ഖുർആനിൽ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചത് മക്കളെ വാപ്പ വിളിച്ചത് 5 ആയത്തിലാണ്. ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാം മകനെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? അമ്മക്കെന്നാ വിളിച്ചത്? പിന്നെന്താ വിളിച്ചത്? കപ്പൽ പുറപ്പെടാൻ നിൽക്കുകയാണ്. ഈ കപ്പലിൽ കയറിയിട്ടില്ലെങ്കിൽ മകൻ വെള്ളത്തിൽ പോകാൻ പോകാൻ. അപ്പോഴും നൂഹ് നബി വിളിച്ചു യാ ബുനയ്യ, പൊന്നു മോനെ. കരഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി വിളിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്താണ് ആയത്ത്? യാ ബുനയ്യ, യാ ബുനയ്യ ഇർകം മഅനാ. കണ്ണങ്ങളെ ബാ മീമുക്കൾ കൂടാ ചെയ്തത്. നമ്മൾ തജ്വീദ് പഠിക്കുന്നിടത്ത് പറഞ്ഞില്ല, അവിടെ ബാഇന്റെ ഉച്ചാരണം കേൾക്കണില്ല. നൂഹ് നബി തൊണ്ടയിടറിയതാ. യാ ബുനയ്യ ഇർകം മഅനാ, മോനെ ഇതീ കേറിക്കോ. അത് പിന്നെ തജ്വീദിൽ നിയമാകാണ് ചെയ്തത്. അല്ലെങ്കിൽ എങ്ങനെയാ പറയണത്? യാ ബുനയ്യ ഇർകബ് മഅനാ എന്ന് പറയണം. അവിടെ ബാഇന്റെ ബാ ഏതിൽ കൂടിപ്പോയി. അത്തരം തൊണ്ട ഇടറിക്കൊണ്ട് വിളിച്ചിട്ട് പറയും. അപ്പോഴും വിളിച്ചത് എന്താ? യാ ബുനയ്യ, പൊന്നു മോനേന. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഗൗരവമുള്ള സ്വപ്നം കണ്ടു. ആ സ്വപ്നം മകനോട് പറയാണ്, ഇസ്മായിൽ നബിനോട്. അപ്പൊ എങ്ങനെ വിളിച്ചത്? യാ ബുനയ്യ, യാ ബുനയ്യ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോനെ വിളിച്ചത്. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. കുട്ടികളെ വിളിച്ച് ഉപദേശിക്കേണ്ടത് എപ്പോഴാണ്? കുട്ടികൾക്ക് ഉപദേശം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൈമാണ് 10 മുതൽക്ക്. 10 വയസ്സ് മുതൽക്ക് കുട്ടികളെ നല്ലോണം ഉപദേശിക്കണം. അതുകൊണ്ടാണ് സൂറത്ത് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിന്റെ ആയത്ത് എത്രാമത്തെ നമ്പറാ നമ്മൾ പഠിക്കണ്ടേ? ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു സൂറത്ത് ലുഖ്മാനിലെ ആയത്ത് 13, 14, 15, 16, 17, 18 ഈ ആയത്തുകൾ മുഴുവനും ഏതാണ്? വാപ്പ മകനെ ഉപദേശിക്കാൻ. ആ സമയത്താണ് മക്കൾക്ക് ഉപദേശം കിട്ടേണ്ടത്. കണ്ടോ? മക്കൾക്ക് ഏതിലേക്ക് കടന്ന സമയം? യുവത്വത്തിലേക്ക് കടക്കുന്ന സമയമാണ്. കൗമാരം വിട്ട് കിടക്കുന്ന സമയമാണ്. കണ്ടോ നിങ്ങൾ? 13-ാമത്തെ ആയത്ത്, 14, 15, 16, 17, 18 ആ ആയത്തുകളൊക്കെ ഏതാണ്? ഉപദേശമാണ്. എപ്പോഴാണ് ഉപദേശം കൊടുക്കേണ്ടത്? ആയത്ത് കണ്ടെങ്കിൽ കുട്ടിന്റെ വയസ്സ് നോക്കണം. നമ്മൾ കുട്ടികളെ ചീത്ത അറിയാം. ഇതൊന്നും നന്നാവൂലടാ. ഇന്നാളെ ഒരു വാപ്പ മോനോട് പറഞ്ഞു, അന്നെ ഞാൻ പാഠം പഠിപ്പിച്ചത്, ഇപ്പാനെ ഞാൻ ബുക്ക് മുഴുവൻ വായിപ്പിച്ചെന്ന് പറഞ്ഞു. ഇപ്പത്തെ കുട്ടികളോട് വേണ്ടാത്തേ പറയാൻ നിൽക്കണ്ട. അള്ളാഹു ഖൈറ് തരട്ടെ. പാഠം പഠിപ്പിക്കും ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോനെ കുട്ടിക്ക് നല്ല ഒപ്പം നിർത്തുക. ആദരവായ റസൂലുള്ളാഹ്, പ്രിയപ്പെട്ട ഉമ്മമാരും വാപ്പമാരും ഒക്കെ മക്കളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ആ സമയം കൂടി അള്ളാഹിനോട് പറയാം, പടച്ചോനെ നീ എനിക്ക് തന്ന മോളാണ്, നീ എനിക്ക് തന്ന മോനാണ്, എൻ്റെ കുട്ടിനെ നന്നാക്കി തരണേ. മോളെ ഉമ്മാന്റെ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് മോനെ ഉപ്പാന്റെ കുട്ടി. അങ്ങനെ നല്ല രീതിയിൽ കുട്ടികളെ ഒപ്പം നിർത്തിയിട്ട് നമ്മൾ എന്താക്കണം? അവരെ നമ്മൾ കയ്യിലാക്കണം, അവരെ നമ്മൾ ഉപദേശിക്കണം. അല്ലാഹു റബ്ബി. ഈ ഇടയ്ക്ക് വാപ്പയും ഉമ്മയും കുട്ടികളും കൂടിയിട്ട് ഓരോന്നാണ്ട് ഊട്ടിക്ക് പോവുക. വാപ്പ കുട്ടികളെയും കൂട്ടിയിട്ട് എവിടെ പോവുക? ഊട്ടിക്കൊന്ന് പോവുക. എന്നിട്ട് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അവിടെ ഊട്ടിയിലൊരു മക്കാമുണ്ട്, അതൊന്ന് സിയാറത്തും ചെയ്യാം. അവിടെ ആ വെള്ളച്ചാട്ടത്തിലൊന്ന് കയറി ഇറങ്ങാം. അതിൻ്റെ അപ്പുറത്താക്കുക. പിന്നെ ആ തേക്കുംതോട്ടത്തിൽ വന്നാൽ ആനെ കാണാൻ അതിനൊന്ന് കാണിച്ചു കൊടുക്കുക, പുള്ളിമാനെ കാണുമെന്ന് കാണിച്ചു കൊടുക്കുക. വരുന്ന വൈക്കാണ് നിലമ്പൂര് മജുമായി അവിടെ കറങ്ങിയിട്ട് ചൂറിനക്കാലത്ത് നിസ്കരിക്കുക. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ദ്വാരക്കുക. അവിടെ ഒരു ചാക്ക അരി സംഭാവന ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തെങ്ങാണ്ട് പോന്നാൽ കുട്ടികൾ നല്ലത് പഠിച്ചോളും. അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ കുട്ടികളെന്താവും? കുട്ടികൾ ഒരു ചങ്ങായിമാർ കൂടിങ്ങാണ്ട് വേണ്ടിടത്ത് പോകും. പോണ്ടോടത്തേക്ക് വാപ്പിയും മീൻ കൊണ്ടുപോയാൽ ഒരു പോകുമല്ലോ, നമ്മൾ കൊണ്ടുപോണ്ടേ. അള്ളാഹു ഖൈറ് തരട്ടെ. ഞാൻ നാളെ ഒരു സ്ഥലത്തെ കഴിഞ്ഞൊല്ലം വേദം പറഞ്ഞു. അവിടുത്തെ ആൾക്കാർ ഇപ്രാവശ്യം വന്നില്ല. എന്തായാലും നിങ്ങൾ തന്നെ വരണം എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, ഈ പ്രാവശ്യങ്ങൾ എന്നെ ഒഴിവാക്കണം. അത് പറ്റൂല ഉസ്താദ്, നിങ്ങൾ തന്നെ വരണം. ഇപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എൻ്റെ വയ്യാരം ഇങ്ങനെ കൂടിയിരിക്കണത്? വേറെ എത്ര വേദം പറയുന്ന ആൾ. അപ്പോൾ ഒരു കാക്ക പറഞ്ഞു, ഉസ്താദ് നേര് പറഞ്ഞാലേ നിങ്ങൾ വേദന വരണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ?
അവിടെ ഒരു 10 കത്തം തീർച്ചയാക്കിയിട്ട് 2 ചെറുപ്പക്കാർ കുഴങ്ങിയേന്. അപ്പോഴാണ് നിങ്ങൾ 3 കുൽവല്ലാഹു മതി അവർ കത്തം തീർത്ത മാതിരിയായി എന്ന് പറഞ്ഞു. ഇങ്ങനത്തതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വരണം. പടച്ച തമ്പുരാനെ, ഈ മഴന്ന് പറയുമ്പോഴുമാണ് ഇപ്പം നല്ലോണം ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞതൊന്ന് വേറെ, കുട്ടികൾ മനസ്സിലാക്കണതൊന്ന് വേറെ. 3 കുൽവല്ലാഹു മതി കത്തം തീർച്ചയാക്കിയത് ഒഴിവാക്കുന്ന ജീവിതത്തിൽ യാ റബ്ബേ അള്ളാഹു ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, മക്കളൊന്നും പിഴച്ച കുട്ടികളല്ല. ഇപ്പോഴത്തെ മുതിർന്ന തലമുറ ഒരു തലമുറയെ മുഴുവനും ആക്ഷേപം പറയല്ലേ. നമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്. നമ്മളെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറെ കണ്ടുക്കണേ അല്ലാ. എന്താ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചർ രാവിലെ 8:30 ചിരിച്ചാൽ 5:30 ഓഫാകുള്ളൂ. ടീച്ചർക്ക് ട്രെയിനിങ് കിട്ടിയതാണ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ചിരിച്ചുകൊണ്ട് പെരുമാറണം. കുട്ടി കളിച്ചാലും കുട്ടി എന്ത് കാട്ടിയാലും ടീച്ചർ എന്താകും, ടീച്ചർ ചിരിക്കും. ടീച്ചർ 8:30 ചിരിച്ചാൽ എപ്പോഴാണ് ഓഫാകുക? 5:30 ഓഫാകുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ചിരിച്ച് പഠിപ്പിച്ച ടീച്ചർ അടുത്താണ് കുട്ടി പകല് മുഴുവനും. ആ കുട്ടി സ്കൂൾ വിട്ടുകാണ്ട് വീട്ടിൽ വരികയാണ്. ആ കുട്ടി എവിടെ നിന്ന് വരികയാണ്? സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ ഒരുപാട് പൂതിണ്ട് ഉമ്മാനോട് പറയാൻ അല്ലേ. അപ്പം ഉമ്മ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നുണ്ട്. ഉമ്മ അപ്പം തന്നെ കുട്ടികളോട് ഇനി അവിടെയൊക്കെയാണ് ചവിട്ടി ചളിയാക്കി കളി, നാശാക്കി കളി അവിടെയാണ്. ഞാൻ ഇതിപ്പോൾ ഊരവേദന മാറിയിട്ടില്ല. അണ്ടങ്ങൾ ഉമ്മാൻ്റെ ഊരവേദന മാറിയിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷേ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? അപ്പം കുട്ടിക്ക് ടീച്ചറെക്കാൾ ഉമ്മാനോടാണ് ഇഷ്ടം, ഉമ്മാനെക്കാളും ടീച്ചറാണോ ഇഷ്ടം? ആരോടാ? അപ്പോൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞത്, ഉമ്മാരും പാപ്പാരും ഒക്കെ എന്ത് വേണം? ചെറിയൊരു മാറ്റം വേണം. അതിന് പബ്ലിക്കിൽ ഞാൻ അത് പറയണില്ല, വേറെ ദിവസം ഒരു ക്ലാസ് വെക്കേണ്ടി കുട്ടികളില്ലാതെ. അപ്പം ഞാൻ കാര്യം പറഞ്ഞായിരുന്നു, കുട്ടികളും ഉമ്മാരും കൂടി ഒപ്പം ഉണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെൻ്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്താണ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ. ഇപ്പം ആരോ പറഞ്ഞു പെൺകുട്ടിയൊക്കെ പുതിയാപ്പിള ഏതോ ഒരു പെണ്ണ് ഇന്നപ്പം കെട്ടിച്ചണ്ടെന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ നാട്ടിലാകെ പാട്ടായി. എന്നിട്ട് എത്ര പെൺകുട്ടികൾ ഇവിടെ കെട്ടിച്ചതൊക്കെ ഉണ്ട്? ഉണ്ടാ ഇവിടെ എത്ര പെണ്ണുങ്ങൾ ഈ നാട്ടിൽ കെട്ടിച്ചാത്തുണ്ട്? ഏതോ ഒരു പെൺകുട്ടി ഞാൻ കുറച്ച് പഠിച്ചിട്ടെ എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടിയാണ് ഏറ്റെടുത്ത്. ഞാൻ എൻ്റെ പെൺമക്കളോട് പറഞ്ഞത്, മക്കളെ പിലാവിന് കൃത്യസമയം വരുമ്പോൾ പിലാവുമ്പോൾ ചക്ക ഉണ്ടാകും, മാവുമ്മൽ മാങ്ങണ്ടാകും, നെല്ലുമ ഇതുണ്ടാകും, കതിരുണ്ടാകും ഇല്ലേ, ഓരോന്നും അതിൻ്റെ സമയത്താകും. ഒരു 18 വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ആര് വേണം? ഒരു ഇണ വേണം. നിങ്ങൾ പഠിച്ചോളൂ, ഭാര്യയും പഠിച്ചോട്ടെ, ഭർത്താവും പഠിച്ചോട്ടെ, ആർക്കാണ് കുഴപ്പമുള്ളത്? അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം, ഉന്നത നിലവാരമൊക്കെ നൽകട്ടെ അല്ലേ. പഠിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എന്താക്കണം? അല്ലാഹു റബ്ബി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 6-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി നിക്കാഹ് ചെയ്തു. എന്നിട്ടോ 9-ാമത്തെ വയസ്സ് വരെ കാത്തു നിന്നു അല്ലേ. 2 വർഷം 2.5 വർഷം നിക്കാഹിൽ നിന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇണയായി നിൽക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സിദ്ദീഖ തങ്ങളുടെ ഭാര്യ എന്താ അവരുടെ പേര്? ബീബി ഉമ്മു റുമ്മാൻ റളിയല്ലാഹു അൻഹ. ഉമ്മു റുമ്മാൻ ബീബി എന്ന് പറഞ്ഞാല് സിദ്ദീഖ തങ്ങളുടെ ഭാര്യയാണ്. അവര് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ നല്ല പോലെ പരിപാലിച്ച് ഒരു വീട് നോക്കാൻ, റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പെൺകുട്ടികളുണ്ട്. മോളെ ഇതാരാ? ഇത് അമ്മായിമ്മ. ഇതാരാ? ഇത് ഉമ്മ. എന്തിനായി കയറ്റം കയറാൻ നിൽക്കുന്നത് അമ്മായിമാറിന്? ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാരാ? ഇത് ഇവിടുത്തെ അമ്മ, ഇതോ അവിടുത്തെ അമ്മ. രണ്ടും ഉമ്മ തന്നെയാണ്. അത് പറഞ്ഞാൽ എന്തൊരു സുഖമുണ്ട്. കുട്ടിയൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു മോളെ കെട്ടിച്ച് ഓളെ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ അപ്പം പാപ്പ ചോദിച്ചു, മോളെ എപ്പാൻ്റെ കുട്ടി എപ്പോഴേ വന്നത്? ഇപ്പം ഞാൻ കുറച്ചു നേരമായിട്ടുള്ളൂ വന്നിട്ട്. എന്താ അവിടെയൊക്കെ വർത്താനം? നല്ല സുഖമാണ്. ഇപ്പാൻ്റെ കുട്ടിക്ക് എപ്പോഴാണ് പോകേണ്ടത്? അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വൈകുന്നേരത്തിനാണ് പോവുകയാണ്. അല്ലാ, എന്തായാലും ഒരു സന്തോഷം അല്ലേ. 2-ാമത്തെ കുട്ടി വിരുന്നു. ആ കുട്ടിനോട് ചോദിച്ചു, എപ്പോഴേ വന്ന് ചോദിച്ചു. ഞാൻ കുറച്ചു നേരമായോ. എന്താ വർത്താനം ചോദിച്ചു. വർത്താനൊന്നും പറയണ്ട. അല്ലാ, എനിക്ക് എപ്പോഴാ പോണ്ടി ചോദിച്ചു. ആ തള്ള വേണം ചെല്ലാൻ പറഞ്ഞിരിക്കണത്. നിങ്ങളൊക്കെ ചിരിച്ചല്ലോ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവൂലേ? അതാ ഉള്ളത് പറഞ്ഞാൽ ഉദവിയും ചിരിക്കും എന്ന് പറഞ്ഞത് അതാ. ഞാൻ ഇവിടുത്തെ അമ്മമാരോടൊക്കെ ചോദിക്കണത്, നിങ്ങൾ ഈ 2 ഏതാണ്? ആ അമ്മ അവിടെ ഒറ്റക്കാണ്, ഞാൻ വേഗം പോവുകയാണ് എന്ന് പറഞ്ഞ അമ്മയാണോ? ആ തള്ള വേഗമാണ് ചെല്ലാൻ പറഞ്ഞിരിക്കണ തള്ളയാണോ?
നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം, എൻ്റെ കുറവെന്താണെന്ന് ഞാൻ അറിയണം. നമ്മളെ കുറവ് പരിശോധിക്കണില്ല. ഓ പ്രിയപ്പെട്ട മക്കളെ, ഇതെൻ്റെ ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ, അങ്ങനെ ഉമ്മാക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ മക്കൾ മടി കാണിക്കരുത്. നമ്മുടെ ഉമ്മയുടെ അടുത്താണ് സ്വർഗത്തിൻ്റെ ടിക്കറ്റ്, വാപ്പാൻ്റെ അടുത്താണ് പ്രധാന ഗേറ്റ്. ഉമ്മാൻ്റെ അടുത്ത് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് വാപ്പ നിൽക്കണുണ്ടാകും. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ്. അതാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മാലയിൽ എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും കണ്ടോ. താക്കോല് എവിടുന്ന് കിട്ടിയല്ല, ടിക്കറ്റ് എവിടുന്ന് കിട്ടി? ഉമ്മാൻ്റെ അടുത്ത് കിട്ടി. അവിടെ ആര് കാത്തിക്കുന്നുണ്ട്? പാപ്പ കാത്തിക്കുന്നുണ്ട്. രണ്ടാളും ഗേറ്റിങ്ങ നിൽക്കുക. തുറക്കണമെങ്കിൽ ആര് വരണം? ഉസ്താദ് വരണം. ആരാ വലിയ ഉസ്താദ്? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് മുതിർന്നവരെ ബഹുമാനിക്കുക, രോഗികളെ സന്ദർശിക്കുക, പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങാവുക. അല്ലാ, ഇതൊക്കെ കാണിച്ചു തന്ന മഹാമനുഷ്യയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ആ മാതൃക പിൻപറ്റി ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ നാട്ടിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസി. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് സ്വർഗ പൂങ്കാവനമാകുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ. അദ്ദേഹം മുഖേന സ്ഥാപിച്ചിരിക്കുന്ന ദിക്ർ ഇവിടെ പണ്ട് നടന്നിരുന്നു. നമ്മളത് എണ്ണം ചുരുക്കിയിട്ട് നിലനിർത്തുക. ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുഞ്ഞുമോൻ ഫൈസിയുടെ സ്മാരകമായിട്ട് അൽഹംദുലില്ലാ കുഞ്ഞുമോൻ ഫൈസിന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. അല്ലാഹു അല്ലാഹു ഖൈർ. നോക്കാം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഈ പുസ്തകം ഇപ്പം നമ്മളെന്താണ് വെറുതെ കൊടുക്കുകയാണോ വിലക്ക് കൊടുക്കുകയാണ്? വിലക്ക് കൊടുക്കുക. ആ അതന്നെ, അതാണ്. ഒരു 300 റുപ്യ ഇങ്ങോട്ട് വെറുതെ എന്നാൽ ഒരു ബുക്ക് അങ്ങോട്ടും വെറുതെ. അങ്ങനെയാണ്. അത് ഇതിനിപ്പം ഇതില്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഈ പുസ്തകത്തിൽ എന്തുണ്ട്? 352 56 പേജുണ്ട്. 352 ഭാഗ്യം 2 ഏതും ചട്ടി. അപ്പം എത്ര ഉണ്ട്? ഇത്ര വലിയൊരു ബുക്കാണ് ഇത്. നമ്മൾ എന്തിനാണ്? നമ്മളെ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചതിന് ഒരു മഹാൻ, നമുക്ക് അവരെ പറ്റി പഠിക്കാൻ, നമുക്കവരെ പറ്റി അറിയാൻ, നമ്മളെ കുട്ടികൾക്കൊക്കെ വായിക്കാൻ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഇതൊരു ബുക്ക് ടെസ്റ്റ് പരിശോധന വെക്കണം. വായിച്ച് കഴിഞ്ഞിട്ട് ഒരു ബുക്ക് ടെസ്റ്റ്. ഞാൻ ഇവിടുത്തെ സക്കാഫികളും അദനികളൊക്കെ ആയ ചെറുപ്പക്കാർ പണ്ഡിതന്മാർ അവിടെ കുറേ നിൽക്കണം. ഇവരുടെയൊക്കെ ഓർമ്മപ്പെടുത്തുക, മദ്രസയിലെ ഉസ്താദ്മാരോടൊക്കെ ഒരു ബുക്ക് ടെസ്റ്റ് വെക്കുക. ആദ്യത്തെ 100 പേജ്, പിന്നെ ഒരു ടെസ്റ്റ് വെക്കുക. രണ്ടാമത്തെ 100 പേജ്, പിന്നെ ഒരു ടെസ്റ്റ് വെക്കുക. മൂന്നാമത്തെ പേജ്. ആരാണോ ഏറ്റവും നന്നായി വായിച്ച് 3 പരീക്ഷയിലും വിജയിച്ചത് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? സമ്മാനം കൊടുക്കും. എന്താ സമ്മാനം? ഒരു ഉംറക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങളെ ഈ ഷാൾ അണിയിച്ചുകാണ്ട് ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കല്ല. അപ്പം സമ്മാനം അതൊന്നും ഇപ്പം ആർക്കും വില ഉണ്ടാവില്ല. നല്ലൊരു സമ്മാനം കൊടുക്കും അല്ലേ? അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ നാട്ടിൽ ഒരുപാട് സംഗതികൾ നടത്താനുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നടത്താൻ പറ്റിയ സ്ഥലമാണ്. എൻ്റെ നാട്ടിലൊന്നും എന്താ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഞാനവിടെ നിലമ്പൂർ എല്ലാ ഗ്രാമത്തിലും പള്ളി ഉണ്ടാക്കി. അൽഹംദുലില്ലാ 108 പള്ളി നമ്മുടെ മജ്മഅിൻ്റെ കീഴിലായി സ്ഥാപിച്ചു. ഇപ്പം 2 പള്ളിൻ്റെ പണി നടക്കുന്നുണ്ട്. ഒന്ന് ഡിസംബർ 21 ഉദ്ഘാടനമാണ്, മറ്റത് ഉദ്ഘാടനത്തിന് ആയിട്ടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നിങ്ങൾ വിചാരിച്ചേ ഇപ്പം ആകെ ഒരു പള്ളിയാണ് 2 കോടി ഉറുപ്പ്യക്ക് എടുത്തത്. ബാക്കിയൊക്കെ 30 ലക്ഷം 25 ലക്ഷം 35 ലക്ഷം 100 ആക്കി 200 ആക്കൊക്കെ നിസ്കരിക്കാൻ പറ്റിയ പള്ളികളാണ്. ആ നാട്ടിൽ അതേ ആവശ്യമുള്ളൂ. ഒരു പള്ളി മദ്രസ ഉണ്ടാക്കിയ റബ്ബർ എസ്റ്റേറ്റിൽ. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു മോലാറിനെ നിശ്ചയിച്ചു കൊടുക്കും. ഓർക്ക് കൊണ്ടടക്കാൻ പറ്റാം. ഓരോട് ഞാൻ പറഞ്ഞു മോലാർക്ക് ഒരു ശമ്പളം കൊടുക്കണല്ലോ. അപ്പോൾ ഒരാകെ കണ്ണുക്ക് നോക്കുകയാണ്. അപ്പോൾ എത്ര കൊടുക്കേണ്ട ഒരു ശമ്പളം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പള്ളി മദ്രസയും കൂടി ഒരു മനുഷ്യൻ മരക്കണ്ടേ, 10,000 റുപ്യ കൊടുക്കണം എന്നാണ്. ഓർക്ക് കഴിയൂല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ റബ്ബർ ടാപ്പിങ്ങിന് എത്ര കിട്ടുക കൂലി ചോദിച്ചു. അപ്പോൾ ഒരാൾക്ക് 800, ഒരാൾക്ക് 1000, ഒരാൾക്ക് 600 ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ശമ്പളം കൊടുക്കണ്ട, ദിവസക്കൂലി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചോദിച്ചു ദിവസക്കൂലി എത്ര കൊടുക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു 400 വെച്ച് കൊടുത്തളിയാം. അങ്ങനെ ദിവസം 400 വെച്ച് ഇങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കണത്. മാസത്തിൽ 10,000 കൊടുക്കാൻ ഒരു കഴിയൂല. അതാ നിങ്ങൾ പോയി കണക്കൂട്ടി കൊടുക്കാൻ നിൽക്കണ്ട അവിടെ. അപ്പോൾ അള്ളാഹു തആല ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചില സംഗതികൾ ചിലപ്പോൾ എന്താണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ചിലതൊക്കെ
അത് ഞാൻ ചിലത് നമ്മൾ ഇക്കുമ്പത്തെടുക്കേണ്ടി വരും. ഞാൻ നാളെ കാളികാവ് അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ചന്തയിൽ നിന്ന് ആടിനെ വാങ്ങിയ ഒരു ചങ്ങായി വരുന്നത്. ആടിനെ ജീപ്പ് കയറ്റാൻ വേണ്ടി ഓൻ ചെവി പിടിച്ച് കുറേ വലിച്ച് ആട് നടന്നും കടന്നു പോയി. ഇത് കണ്ടു നിൽക്കുന്ന ഒരു ചങ്ങായി എന്ത് ചെയ്തു, ആടിനെ പോയിട്ട് കാല് പിടിച്ച് ബാക്ക് കളിച്ചു. ആട് ചാടിയാണ് കാര്യം. ചിലത് എന്ത് നടക്കേണ്ടി വരും, നടക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. അള്ളാഹു ഖൈറ് തരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടി പറയട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂലിനെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചു. വെറുതെ പെരിയ കുത്തിരിനെ കൊണ്ട് വിളിച്ചതാ എല്ലാവരും അൽ അമീൻ ആണോ? നാട്ടുകാരുടെ ഇടയിൽ റസൂലുള്ള ജീവിച്ചു, വീട്ടുകാരുടെ ഇടയിൽ ജീവിച്ചു, തറവാട്ടുകാരുടെ ഇടയിൽ ജീവിച്ചു, രാജാക്കന്മാരുടെ ഇടയിൽ ജീവിച്ചു, അബൂജഹലിനെ പോലത്തെ പോക്കിരികൾക്കിടയിൽ ജീവിച്ചു. അള്ളാഹു റബ്ബി വ്യഭിചാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ ജീവിച്ചു. അവർക്കൊക്കെ ഇടയിൽ ജീവിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു തമ്മാടിത്തരത്തിന് നിന്നിട്ടില്ല, ഒരു കളവ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അക്കാലത്ത് തന്നെ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്യും, പാവപ്പെട്ടവരെ സഹായിക്കും. അങ്ങനെയാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്ന് നബി തങ്ങൾക്ക് പേര് വന്നത്. നബി തങ്ങൾക്ക് കിട്ടിയത്. നമ്മൾ മുത്തുനബിന്റെ ഉമ്മത്തികളാണ്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു, നമ്മളെ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, എത്രായിരം പെൺകുട്ടികളാണ് കെട്ടിച്ചതച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുഞ്ഞുമോൻ ഫൈസിയെ പോലത്തെ നിങ്ങൾ ചരിത്രം വായിക്കും, അപ്പം മനസ്സിലാക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 3000 പണ്ഡിതന്മാർ ഇവിടെ പണ്ഡിത ക്യാമ്പ് നടക്കാണ് തിരൂരങ്ങാടിയിൽ. 3000 ആളുകൾക്ക് 3 ദിവസം ഭക്ഷണം കൊടുക്കണം. എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസി, നമ്മളിവിടെ അടുത്തുണ്ട് തന്നല കുഞ്ഞലവി ഫൈസി, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, എം കുഞ്ഞാമാജിൻ്റെ അടുത്ത് പോയി മൂപ്പരെയും കൂടി കൂട്ടിയിട്ട്. മൂപ്പരടുത്ത് പോയത് 2 കാര്യത്തിനാണ്. ഒന്നെന്തിനാ? ഇവരടുത്തൊക്കെ നടക്കാനേ പറ്റുള്ളൂ. മൂപ്പരടുത്ത് കാറുണ്ട്. അപ്പോൾ മൂപ്പരെ കൂട്ടിയാൽ മൂപ്പരെ ഇതിൽ പോന്നോളും, കാറിൽ പോന്നോളും. മൂപ്പരെ കാറും വിട്ട് 2 ഉസ്താദന്മാർ അപ്പുറം ഇരുന്ന് അല്ലാഹു റബ്ബി ആ 3000 പണ്ഡിതന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അരിയും ഭക്ഷണമൊക്കെ കുഞ്ഞുമോൻ ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം സംഘടിപ്പിച്ചത് ഞാൻ ഇന്നും എൻ്റെ കണ്ണിലിങ്ങനെ കാണുകയാണ്. നമ്മുടെ SSFന്റെ ധർമ്മപുരി സമ്മേളനം നടന്നു മാനിപ്പാടത്ത് ചമ്മാട്. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിച്ചിരിക്കുന്ന ആ സമ്മേളനം. ഞാനന്ന് SSFന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. എന്തെങ്കിലും കഴിവുണ്ടോ നമ്മളെടുത്ത് ഓടി വന്നു കുഞ്ഞുമോൻ ഫൈസിന്റെ അടുത്ത്. അദ്ദേഹം പറഞ്ഞു, മോനെ പേടിക്കണ്ട, അത് നമുക്ക് വഴിയുണ്ടാക്കാം. അല്ലാഹു റബ്ബി, ഞങ്ങൾ SSFകാരെയും കൂട്ടിയിട്ട് അദ്ദേഹം നടന്നു. ഈ തിരൂരങ്ങാടി, അതുപോലെ തന്നെ അപ്പുറത്ത് കൊടിഞ്ഞി, അപ്പുറത്ത് ചെറുമുക്ക്, അതിൻ്റെ ഇപ്പുറത്തൊരു രാജ്യമുണ്ടല്ലോ കളിയാട്ടമുക്ക്, ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ കുഞ്ഞുമോൻ ഫൈസി നമ്മളെ കൊണ്ടുപോകാണ്. ഓരോ പെരേക്കാണ് കയറി ചെല്ലും മൂപ്പര്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂപ്പരാണ് ആദ്യം പെരേക്ക് പോകുക. നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും, കുട്ടികളോട് നിങ്ങളൊന്ന് പോയി നോക്കി അവിടെ ആളുണ്ടോ നോക്കാൻ. ഇങ്ങനെ മൂപ്പരനാണ് പോകും. അങ്ങനെ നടന്നിട്ട് നമ്മളൊക്കെ കൊണ്ട് നടന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി അള്ളാഹുവേ നീ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസി വല്ലാത്തൊരു മഹാനായിരുന്നു. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളൊക്കെ അന്ന് SSFകാരനായി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞുമോൻ ഫൈസി പറയും, കുട്ടി അത്ര ഗൗരവം വേണ്ടിയിരുന്നില്ല. കുറച്ച് ഗൗരവത്തിലൊക്കെ പറഞ്ഞാൽ അത്ര ഗൗരവം വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ. പടച്ചോനെ നീ ആഖിറത്തിലും ആ പുഞ്ചിരി കൊടുക്കണേ അല്ലാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുന്നത്, അങ്ങനത്തെ ഒരു മഹാൻ ഇവിടെ ജീവിച്ചപ്പോൾ അവരുടെ ഒരു സ്മരണയായി നിങ്ങൾ നോക്കി, നല്ല ആളുകൾക്കുള്ള സ്മാരകം എല്ലായിടത്തും ഉണ്ട്. ആയിഷ ബീവിന്റെ സ്മാരകമാണ് മസ്ജിദ് ആയിഷ പള്ളി അല്ലേ? അങ്ങനെ എത്ര സ്മാരകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് ആ മഹാന്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്ന് സംഘടിച്ചിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ, അത് വിദ്യാഭ്യാസ രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, അങ്ങനെ ഈ മഹല്ലത്തിൽ, ഈ പ്രദേശത്ത് നമ്മൾ ആരോടും മത്സരിക്കാനല്ല, ആരോടും പകരം വീട്ടാനല്ല, പിന്നെയോ നാട്ടിന്റെ ഉപകാരത്തിന് വേണ്ടി നമ്മളാൽ കഴിയാവുന്ന ഒരു സേവനം. അപ്പോഴേ ആഖിറത്തിൽ കൂലി കിട്ടുള്ളൂ. പടച്ചവന്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ അല്ലാഹു തആല പറയുന്നുണ്ട്, എനിക്ക് രോഗമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ആഖിറത്തിൽ അല്ലാഹു തആല ചോദിക്കും, ഞാൻ രോഗിയായി കിടന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ. അപ്പം ആളുകൾ ചോദിക്കും, പടച്ചവനെ നിനക്ക് രോഗമായിട്ട് ഞങ്ങളെങ്ങനെ സന്ദർശിക്കല്? നിനക്ക് രോഗാകെ? അല്ലാഹു തആല പറയും, എൻ്റെ വിശ്വാസിയായ അടിമ സുഖമില്ലാതെ കിടന്നപ്പോൾ നീ നോക്കിയോ? നീ അദ്ദേഹത്തെ പരിപാലിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാം.
ഞാൻ പട്ടിണി കിടന്നപ്പോൾ നീ ഭക്ഷണം തന്നില്ലല്ലോ, അള്ളാഹു ആഖിറത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു ചോദിക്കും, പടച്ചോനെ നിനക്ക് പട്ടിണിയോ? അതെ, എൻ്റെ മുഅ്മിനായ അടിമ പട്ടിണി കിടന്നപ്പോൾ നീ ഭക്ഷണം കൊടുത്തോ? എന്നാ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു. അതുകൊണ്ട് റബ്ബേ, ആഖിറത്തിൽ ഒരുപാട് ഖൈറുകൾ ചെയ്തു പോകാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്. പഴയ കാലത്തൊക്കെ നമുക്ക് കാണാം, ആ അമ്മാൻ്റെ അടുത്ത് നിന്ന് കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചാത്ത ഒരാളാ കുന്നുമ്പലില്ലാറി. നാളെ നമ്മളവിടെ ഒരു മുതലാളി അയാൾ മരിച്ചു. ഉസ്താദ് മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് എന്താ ഇപ്പം ഇയാളുടെ ഒരു കുണം പറയാനുള്ളത് നോക്കുമ്പോൾ ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു ഖൈർ അയാൾ ചെയ്തതായിട്ട് പറയാണ്ടാണ്ട് വലിയ പൈസക്കാരൻ എന്തെങ്കിലും ഒരു ഖൈർ ചെയ്തത് പറയാൻ വേണ്ടേ? ഇവിടെ ഒരു കല്യാണം ഉണ്ടായപ്പോൾ കുട്ടിനെ കെട്ടിച്ചാൽ സഹായിച്ചെന്നോ, മദ്രസക്ക് സഹായിച്ചെന്നോ, പള്ളിക്ക് സഹായിച്ചെന്നോ, നമ്മളൊക്കെ ഖേദിക്കണം, നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളെപ്പറ്റിയൊക്കെ നല്ലത് പറയിപ്പിക്കണം. പടച്ചോനെ, ഈ ഖബറിലേക്ക് പോണ ഈ വിരുന്നുകാരൻ അല്ലാ ഞങ്ങളെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നേരത്തെ ജുമഅക്ക് വന്ന് ദുഹ നിസ്കരിച്ച് അൽക്കഫും ഓതി സ്വലാത്തും ചൊല്ലി അങ്ങനെ ഖുതുബ കേട്ട് നിസ്കാരം കൂടി മയ്യത്ത് നിസ്കരിച്ച് ദുആയൊക്കെ കഴിഞ്ഞ് അവസാനേ പോകുള്ളൂ. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ പള്ളിക്ക് വരുന്ന ആളാണ് ഈ മരിച്ചത്. ഇത് പറയിപ്പിക്കാൻ പൈസ വേണോ? പടച്ചോനെ, നമ്മളെ പള്ളിയിൽ കൃത്യമായിട്ട് സുബൈക്ക് ജമാഅത്തിനുണ്ടാകുന്ന ആളാണ് ഈ മരിച്ചത്. അത് പറയിപ്പിക്കാൻ പൈസ വേണം? പടച്ചോനെ, ഈ മരിച്ച ഉമ്മ ഈ പരിസരത്തെ അയൽവാസികൾക്കൊക്കെ വലിയ ഉപകാരം ചെയ്തിരുന്ന ഉമ്മയാണ്. എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഉമ്മയാണ് ഈ മരിച്ചത്. നമുക്ക് ഖൈറ് പറയിപ്പിക്കാൻ ഉണ്ടാവണം. ഓ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മയ്യത്ത് പള്ളിയിൽ വെച്ചിട്ട് ഉസ്താദിനൊരു വയല് പറയാനുണ്ടാകും. അപ്പൊ നമുക്കൊരു ഖൈറ് പറയാനുണ്ടാവണം. മരണാനന്തര ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ഓർക്കാൻ, നന്മകൾ ഓർക്കാനുണ്ടാവണം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളൊക്കെ ഖൈറിന് വേണ്ടി ഉത്സാഹിക്കുക, ഖൈറിന് വേണ്ടി ഒന്നിക്കുക. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാഹുവേ, ഖൈറായതിൻ്റെ തൗഫീഖ് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. പതിവായി ഹദ്ദാദ് ചെല്ലുന്നവരാകാം. അതൊക്കെ ജീവിതത്തിലെ വല്ലാത്ത കാവലാണ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിച്ചത്? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അവിടുത്തെ 70 ശിഷ്യന്മാരുണ്ട്, ഔലിയാക്കൾ. അവർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ജനങ്ങളെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ഒരു ആത്മീയ കാവൽ വേണമല്ലോ. അതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കടഞ്ഞു തെളിയിക്കപ്പെട്ട 22 കാരറ്റ് തങ്കമായ ദിക്ർ. അത് മാത്രം ക്രോഡീകരിച്ചതാണ് ഏത്? ഹദ്ദാദ്. ആ ഹദ്ദാദിന്റെ ഓരോന്നും പ്രത്യേകതയാണ്. ഹദ്ദാദിന്റെ ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ട് അവസാനത്തെ ദിക്ർ എത്ര പ്രാവശ്യം? അവസാനത്തെ ദിക്ർ 4 പ്രാവശ്യമാണ്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. അതെന്തേ 4 വട്ടായത്? ബാക്കിയൊക്കെ 3 അതെന്തേ 4ആയത്? അത് അള്ളാഹിനോട് പൊറുക്കലിന് ചോദിക്കുന്ന ഏറ്റവും വലിയ ദിക്റാണ്. മനുഷ്യന് 4 അവസ്ഥയാണ്. ഒന്നിരിക്കൽ നമ്മൾ ഒറ്റക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ രാത്രിയാണ്, അല്ലെങ്കിൽ പകലിലാണ്. പടച്ചോനെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, ഒറ്റക്ക് സംഭവിച്ച ദോഷം പുറത്തു തരണേ, ആ നിയ്യത്താണ്. പടച്ചോനെ, കുടുംബത്തിലോ കൂട്ടത്തിലോ ചെയ്തത് പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്തത് പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ ചെയ്തത്, രാത്രി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അതാ 4 അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ഓരോന്നും നമ്മൾ ചിന്തിക്കണം. ദിക്റിലൊക്കെ വലിയ കനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഉമ്മപങ്ങന്മാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഹദ്ദാദിന്റെ പതിവ് വേണം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഈമാൻ തെറ്റിപ്പോകുന്ന മരണം സംഭവിക്കാണ്. അൽ-കഹ്ഫ് സൂറത്ത് പതിവായി ഓതിയാൽ ദജ്ജാല് തന്നെ വന്നാലും ഈമാൻ തെറ്റി മരിക്കുകയില്ല. വൈൻ ഖറജ ദജ്ജാലു, ദിവസവും അൽ-കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത്, അവസാനത്തെ 5 ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രാവശ്യമെങ്കിലും അൽ-കഹ്ഫ് പൂർത്തിയായിട്ട് ഓതണം, ആണും പെണ്ണും. അങ്ങനെ അൽ-കഹ്ഫ് സൂറത്ത് നിങ്ങൾ പതിവായി ഓതുന്നുണ്ടോ, ഈമാൻ തെറ്റി മരിക്കുകയില്ല. വൈൻ ഖറജ ദജ്ജാലു, ദജ്ജാല് തന്നെ വന്നാലും ഈമാൻ തെറ്റൂല. അല്ലാഹുവേ, ഈമാനിന് കാവലാകണേ അല്ലാഹ്, ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ക്യാൻസർ തരല്ലേ അല്ലാഹ്, അറ്റാക്ക് തരല്ലേ അല്ലാഹ്. ഉമ്മാന്റെ ഗർഭാശയത്തിന് കിട്ടിയ ഒരു അവയവം മുറിച്ച് കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതോ ആയ രോഗം തരല്ലേ അല്ലാഹ്.